ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സുന്ദരിയായ നമ്മളെ ജെറീനിയം പ്ലാന്റ്, നാടൻ ജെറീനിയത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അതിൻ്റെ കെയറിങ് ഒക്കെ ആയിട്ടാണ് വീഡിയോ. അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സംശയമാണ് ഇതെവിടെയാണ് സ്ഥലം, ഇത് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ചൂട് കൂടുതലല്ലേ, അവിടെ എങ്ങനെ ഈ പ്ലാന്റ് പിടിച്ച് കിട്ടി എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പം അത് ഇപ്പോൾ അതൊക്കെ ആയിട്ടാണ് അതിൻ്റെ കെയറിങ് ഒക്കെ ആയിട്ട് ഞാൻ ചെയ്ത രീതിയായിട്ടാണ് ഈ വീഡിയോ. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ല ഭംഗിയുള്ള ജെറീനിയം നിറയെ ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലെപ്പോഴും ഫ്ലവറാണ്, വന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ ഹൈബ്രിഡ് ജെറീനിയം കൂടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും നമ്മൾ വാങ്ങിക്കണതാണ്. വാങ്ങിച്ചാൽ നമുക്ക് അതിൻ്റെ കെയറിങ് ഒന്നും വലുതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു, കയ്യിൽ നിന്ന് പോകാറാണ് പതിവ്. ഇപ്പോൾ ഈ പ്ലാന്റ് നല്ലതായിട്ട് നിൽക്കണം കണ്ടിട്ട്, നമ്മൾ നാടൻ ജെറീനിയം നിൽക്കണം കണ്ടിട്ട് വീണ്ടും പോയി ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇത്ര ദിവസം നമ്മളെ കൂടെ കാണുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും നല്ല ഭംഗിയില്ലേ, കുറച്ച് ദിവസമാണ് നിൽക്കണമെങ്കിൽ നമുക്കതിൻ്റെ ഫ്ലവർ കാണാമല്ലോ. നല്ല ഭംഗിയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ നാടൻ ജെറീനിയത്തിൻ്റെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ടൂറ് പോയിട്ട് വന്നപ്പം അവരവിടെ പോയ സ്ഥലത്തൊന്നും ഒരുപാട് ജെറീനിയം ഇത് ഫ്ലവറായി നിൽക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ തോട്ടക്കാരൻ വെള്ളം നനയ്ക്കണ ഒരപ്പച്ചൻ്റെ അടുത്തുനിന്ന് അവർ കട്ടിങ് വാങ്ങിച്ച്, കുറേ കട്ടിങ് എടുത്തെന്നാണ് പറയണത്. അവരെ കൂടെ ഉള്ളവരും വാങ്ങിച്ച് അത് ഒരു ദിവസം മൊത്തം അവർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് പിറ്റേന്ന് വന്നിട്ടാണ് അവർ പിറ്റേന്നോ രണ്ടും തന്നുമാണ് ഈ പ്ലാന്റ് വെറും മണ്ണിൽ വെറും ചട്ടിയിലൊന്ന് ഊന്നി പിടിപ്പിച്ച്, ഊന്നി വെച്ച് പിടിക്കുമെന്നൊന്നും അവർക്ക് ഉറപ്പില്ലായിരുന്നു. അവരൊന്ന് ഊന്നി വെച്ച് അതവിടെ ഇന്ന് സൂപ്പറായിട്ട് ആ പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് വന്നപ്പോൾ എനിക്ക് ഒരു ചട്ടിയിലുള്ള ചെടി എനിക്ക് തന്നു. ബാക്കി ആ ചേച്ചിയുടെ 2-3 ചട്ടിയിൽ ആ ചേച്ചിക്കും ഉണ്ട്. കുറേ പ്ലാന്റ് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ കിളിർത്ത് വന്നിട്ടങ്ങ് ഉണങ്ങിപ്പോയി. നല്ല മഴയുള്ള സമയമായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു ചെറുത് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ഞാൻ കെയർ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ വലിയ പോട്ടിലോട്ട് മാറ്റിക്കൊടുത്ത്. അങ്ങനെയാണ് നമ്മൾ ഈ സുന്ദരി ഇവിടെ എത്തിയത്. ഞാൻ ഒരുപാട് പ്രാവശ്യം അല്ലാതെ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം നിന്നിട്ട് ഈ പ്ലാന്റ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ടൂറൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കട്ടിങ് വാങ്ങിച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേട്ടാ. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ. ഇതിൻ്റെ ലീഫിലൊക്കെ തൊടുമ്പോൾ നല്ലൊരു മണമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണെന്ന് തോന്നുന്നു കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്, ആ ലീഫിലും ഫ്ലവറിൻ്റെ ഇതിലൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് ഈ മണം ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും വേറെ കീടങ്ങളൊന്നും അടുക്കൂലെന്ന് തോന്നണം. ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് നല്ലതായിട്ട് നിൽക്കണം. പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് പറയാൻ ഈ പ്ലാന്റിന് ഓവറായിട്ട് വെയിൽ വേണ്ട. ഒരു 11 മണി വരെയൊക്കെ ഉള്ള വെയിൽ മാത്രം ഇതിന് കൊടുത്താൽ മതി. നേരിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് കൊണ്ടുവച്ചാൽ ഈ ലീഫും ഫ്ലവറും എല്ലാം പെട്ടെന്നങ്ങ് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഷെയ്ഡിലോട്ട് വെച്ച് കൊടുക്കണം. മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും ഇതിനെ മഴ കൊള്ളിക്കരുത്. ഇത് മഴവെള്ളമാണ് ഇതിന് ശത്രു. മഴവെള്ളം വീണ ഈ പ്ലാന്റ് പൂർണ്ണമായിട്ട് ചീഞ്ഞ് നശിച്ചു പോകും. അതുകൊണ്ട് ഇതിനെ ഷെയ്ഡിൽ തന്നെ ഓവറായിട്ട് മഴയുള്ളപ്പോൾ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കണമെന്നാൽ ചെറിയ വെയിൽ കിട്ടുകയും വേണം. അങ്ങനെയുള്ള ഭാഗത്ത് ഈ പ്ലാന്റിനെ സൂക്ഷിക്കണം. പിന്നെ ഇതിന് വളമായിട്ട് NPK അതിൻ്റെ ലീഫിലും സ്പ്രേ ചെയ്തും കൊടുക്കാം, നമുക്ക് ചുവട്ടിൽ ഇട്ടും കൊടുക്കാം. DAP ഇടാം. DAP ഇട്ടാലും നിറയെ ഫ്ലവർ വരും. ഞാൻ ഇടയ്ക്ക് ഒരു വട്ടം DAP കൊടുത്തിട്ടുണ്ട്. കൂടുതൽ NPK ആണ് ഞാൻ കൊടുത്ത. ആദ്യം നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് NPK ആണ് കൊടുത്ത, പിന്നീടാണ് DAP ഇട്ട് കൊടുത്തത്. പിന്നെ ചുവട്ടിൽ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പോട്ട് മിക്സായിട്ട് ഞാൻ ചകിരിച്ചോറ് കൂടെ ചേർത്തിട്ടുണ്ട്. ചകിരിച്ചോറ്, മണ്ണ്, എല്ലുപൊടിയും അല്പം വേപ്പും പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. കമ്പോസ്റ്റ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് മണലും ചകിരിച്ചോറുമാണ് കൂടുതൽ, മണ്ണ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത്രയും ചേർത്തിട്ട് നല്ല ലൂസായിട്ടുള്ള പോട്ടിങ്ങാണ് കേട്ടോ. എപ്പോഴും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാൻ അനുവദിക്കില്ല. നല്ല വെള്ളം വാർന്നു പോയതിന് ശേഷം മാത്രം
ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് സാഫൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം, അതിന് ലീഫിൽ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം. എല്ലാം നല്ല ഭംഗിയുള്ള ഈ സുന്ദരി പ്ലാന്റ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണെന്ന് അറിയാം. എല്ലാവരുടെ സംശയങ്ങൾ തീർന്നെന്ന് തോന്നുന്നു. പലരുടെ സംശയമാണ് ചൂടുള്ള സമയത്ത് എങ്ങനെ പിടിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒന്ന് കെയർ ചെയ്താൽ മതി. ചകിരിച്ചോറിടുമ്പോൾ നമുക്ക് തണുപ്പാണല്ലോ. ഇതിന് ഓവറായിട്ട് വെള്ളം കൊടുക്കാതിരുന്നാൽ മാത്രം മതി. 10 ദിവസം കൂടുമ്പോൾ NPK സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.